ഹായ് എവ്രി വൺ. നമ്മുടെ ശരീരത്തിലുള്ള കൊളാജൻ പ്രൊഡക്ഷനൊക്കെ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് സ്കിന്നിനും ഹെയറിനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൊണ്ടു തരണതും അതുപോലെ തന്നെ ഡയബറ്റിക്സിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തണതും ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉള്ളതും വൈറ്റമിൻ സി ഒരുപാടുള്ളതുകൊണ്ട് ഓവറോൾ ഇമ്മ്യൂണിറ്റിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണതുമായിട്ടുള്ള നെല്ലിക്ക കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. നെല്ലിക്ക ലേഹ്യമാണ് നമ്മളിന്ന് കാണാൻ പോണത്. ആദ്യം തന്നെ നെല്ലിക്ക നമുക്ക് വൃത്തിയാക്കാം. കറുത്ത കുത്തുകളോ ചതഞ്ഞ പോർഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ 2 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് മസാല ഐറ്റംസ് ഇനി പൊടിച്ചെടുക്കാം. ജീരകം, പെരുംജീരകം, ചുക്ക്, കറുവാപ്പട്ട, ഏലത്തരി, ഗ്രാമ്പു ഇതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. എത്രയും നൈസായിട്ട് പൊടിച്ചെടുക്കാമോ അത്രയും നല്ലത്. അതിനുശേഷം നമ്മൾക്ക് ആ നെല്ലിക്ക വേവിച്ചത് ഒന്ന് കുരുവൊക്കെ അതിൽ നിന്ന് വേർപെടുത്തിയെടുക്കാം. ഭയങ്കര ഈസിയാണ് കുരു അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. വേവിച്ചാലും ഉണക്കിയാലും പൊടിച്ചാലും ഒന്നും ഗുണങ്ങൾ കുറയാത്ത ഒരു മാജിക്കൽ ഫ്രൂട്ടാണ് നമ്മുടെ നെല്ലിക്ക. അതുകൊണ്ടൊക്കെ ആയിരിക്കും അതിന് ആയുർവേദത്തിൽ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് പോയാലോ. അടികട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു ഉണ്ട ശർക്കര വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതതിൽ കറക്റ്റായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുരുവൊക്കെ മാറ്റി നല്ല പട്ടുപോലെ അരച്ച നെല്ലിക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ചൂടിൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അതൊരു ലേഹ്യത്തിൻ്റെ കൺസിസ്റ്റൻസി ആവണവരെ നമുക്ക് വറ്റിച്ചു കൊടുക്കാം. ലേഹ്യം ഒരുവിധം കട്ടിയാവുമ്പോഴത്തേക്ക് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ആ മസാല കൂട്ടുകൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. 1 മിനിറ്റും കൂടെ വേവിക്കാം. അതിനുശേഷം ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ആറി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഒട്ടും വെള്ളമയോ ഇല്ലാത്ത ബോട്ടിലേക്കോ കണ്ടെയ്നറിലേക്കോ ഒക്കെ മാറ്റാം. നല്ലൊരു ഹെൽത്ത് സപ്ലിമെൻ്റായിട്ട് നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാം. ഇതിനകത്താണെങ്കിൽ ഒരു പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സപ്ലിമെൻറ്റ്സിലെല്ലാം പ്രിസർവേറ്റീവ്സും അതേപോലെ തന്നെ ആഡഡ് ഫ്ലേവേഴ്സും ഷുഗറും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി സേഫാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയണത് ചവനപ്രാശത്തിൻ്റെ അതേ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.